ഹായ് ഹലോ വെൽക്കം ടു കൗമുദി മൂവീസ്. ഇന്ന് എൻ്റെ കൂടെ വിശേഷങ്ങൾ പറയാനായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നത് സഞ്ജു ചേട്ടനാണ്. സഞ്ജു ശിവറാം. സഞ്ജു ചേട്ടാ, വെൽക്കം ടു ദി ഷോ. എന്തൊക്കെയുണ്ട് വിശേഷം? അടിപൊളി വിശേഷം അല്ലേ? ശരിക്കും അടിപൊളിയായിരിക്കും. കാരണം 1000 ബേബീസ് ഇങ്ങനെ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഓരോരുത്തർ എന്താ പറയാ, എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ കണ്ട് റെസ്പോൺസസ് പറയുന്നു, പ്രൊമോഷൻസ് കൊടുക്കുന്നു, അങ്ങനെ 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 ഇങ്ങനെ തിരക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓക്കെ, അപ്പൊ ചേട്ടാ 11 ഇയേഴ്സ്, ഏകദേശം ഒരു 11 വർഷം അല്ലെങ്കിൽ 11 വർഷം പ്ലസ് ആവുന്നു സിനിമയിൽ എത്തിയിട്ട്. അപ്പൊ ഈ ബിബിൻ എന്നുള്ള ഒരു ക്യാരക്ടർ ശരിക്കും ചേട്ടന്റെ കരിയർ ബ്രേക്ക് ത്രൂ ആയിട്ട് തോന്നുന്നുണ്ടോ ഇപ്പൊ? ആയിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം. അങ്ങനെ ഓരോ നമ്മൾ സിനിമകൾ ചെയ്യുമ്പോഴും നമുക്ക് അതുപോലെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ 1983 ചെയ്യുമ്പോൾ തോന്നിയിട്ടുണ്ട്, നിക്കോനാച്ച് ചെയ്യുമ്പോൾ തോന്നിയിട്ടുണ്ട്, റോഷാക്ക് ചെയ്യുമ്പോൾ തോന്നിയിട്ടുണ്ട്, ഇവിടെ നിന്നൊരു ചേഞ്ച് ഉണ്ടാവുന്നു. അപ്പം ഞാൻ എപ്പോഴും ആ ബിലീഫിൽ തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി ദിസ് ടൈം അറൗണ്ട് ഇത് ഐ വിൽ ഗെറ്റ് ഗുഡ് റോൾസ്. ഇനി നല്ല നല്ല സിനിമയുടെ ഭാഗം ഞാനാവും. ഓക്കെ, ഞാൻ ചോദിച്ചത് ചേട്ടാ ഇപ്പം 1983 ചെയ്യുമ്പോഴാണെങ്കിലും റോഷാക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ആ കഥാപാത്രങ്ങൾ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ക്യാരക്ടറാണല്ലോ. അതായത് നമുക്ക് തന്നെ അത് കണ്ടു കഴിയുമ്പോൾ ഒരു ചില ഷോട്ടൊക്കെ കഴിയുമ്പോൾ നമുക്ക് തന്നെ അതൊരു ഡിസ്റ്റർബിങ് ആവുന്ന, അല്ലെങ്കിൽ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറാണ് ബിബിൻ എന്ന് പറയുമ്പോൾ. അപ്പൊ അതാ ഞാൻ ചോദിച്ചത്. അപ്പം ഈ ക്യാരക്ടർ ഇതിപ്പോ ചേട്ടൻ ഒരുപാട് എടുത്ത് ഇന്റർവ്യൂവിന് ആൻസർ കൊടുത്തിട്ടുണ്ടായിരിക്കും. സ്റ്റിൽ ഈ സ്ക്രിപ്റ്റ് ചേട്ടന്റെ കയ്യിലോട്ട് എത്തി കഴിയുമ്പോഴത്തേക്കും ചേട്ടൻ എന്താ ത്രൂ ഔട്ട് വായിച്ചു കഴിഞ്ഞപ്പോൾ തോന്നിയത്? അങ്ങനെ നോക്കുമ്പോൾ ബിബിൻ ഇപ്പം നേരത്തെ ചോദിച്ചതിൻ്റെ ചോദ്യത്തിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് പറയുകയാണെങ്കിൽ ബിബിൻ ഇസ് വൺ ഓഫ് മൈ ബെസ്റ്റ്. എൻ്റെ ഇതുവരെ ഞാൻ ചെയ്തതിൽ, എൻ്റെ കരിയറിൽ ഞാൻ ചെയ്തതിൽ ഏറ്റവും നല്ല കഥാപാത്രമാണ്. അതേപോലെ തന്നെ ഞാൻ കുറെ കൂടെ നേരത്തിനേക്കാൾ ഒത്തിരി മെച്ചുവേർഡ് ആയിട്ടുണ്ടെന്നും എനിക്ക് തോന്നുന്നുണ്ട്. ആസ് എൻ ആക്ടർ ഞാൻ ഒത്തിരി ഇവോൾവ് ആയിട്ടുണ്ടെന്നും തോന്നുന്നുണ്ട്. ഇനി ഒരുപാട് ആവാനുണ്ട്, പക്ഷെ കുറേ ഫ്ലോസ് ഉണ്ട്. പക്ഷേ ബട്ട് സ്റ്റിൽ മറ്റുള്ളവർ പറയുമ്പോഴാണ് നമുക്ക് സന്തോഷം തോന്നുന്നത്. ഇപ്പോൾ എനിക്ക് അങ്ങനെ ജഡ്ജ് ചെയ്യാൻ എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ഒത്തിരി നല്ല മാർക്കൊന്നും ഞാൻ കൊടുക്കില്ല. നമുക്കത് അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ വരില്ല. എനിക്കറിയില്ല, എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുമ്പോഴും നമ്മളത് ചെയ്ത് കഴിഞ്ഞ് കാണുമ്പോഴും നമുക്ക് അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ, ഇവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ പിക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. അത് നമ്മൾ ചിലപ്പോൾ നമ്മളുടെ വർക്കിൽ ഒബ്സസ്ഡ് ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷെ മറ്റുള്ളവർ പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരും പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഐ കൗണ്ട് ഓൺ. സഞ്ജു ചേട്ടൻ്റെ ഒരു ഇന്റർവ്യൂ ഞാനിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പം സഞ്ജു ചേട്ടൻ അതിനകത്തൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ടായിരുന്നു. അതായത് കോവിഡിന് ശേഷം സഞ്ജു ചേട്ടൻ ചെയ്ത സിനിമകൾ, അല്ലെങ്കിൽ കോവിഡിന് ശേഷമാണ് സിനിമകൾ കുറച്ചും കൂടി ശ്രദ്ധിച്ച്, അല്ലെങ്കിൽ സിനിമകൾ കുറച്ചും കൂടി എൻജോയ് ചെയ്ത് തുടങ്ങിയത്, ഒരു ഔട്ട്ലുക്ക് മാറിയത് അപ്പോഴാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ ഫിലിമോഗ്രഫി ഇപ്പം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും കോവിഡിന് ശേഷം ഉള്ള സിനിമകൾ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കാമ്പുള്ള കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ ARMലാണെങ്കിലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സോ അതെന്താ കോവിഡിന് ശേഷം അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് വന്നത് എന്തായിരുന്നു? അത് സിനിമയോടുള്ള അപ്രോച്ചിനേക്കാൾ കൂടുതൽ എനിക്ക് എൻ്റെ പേഴ്സണലി ലൈഫിനോടുള്ള അപ്രോച്ചും എനിക്ക് എൻ്റെ പേഴ്സണൽ ഒരു ഗ്രോത്ത് ഉണ്ടായതാണ്. അതായത് എൻ്റെ ഇമോഷണൽ ഗ്രോത്ത് ആയിരിക്കാം മേ ബി. അല്ലാതെ സിനിമയോടുള്ള എൻ്റെ അപ്രോച്ച് അത് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അത് എൻജോയ് ചെയ്യാൻ തുടങ്ങിയത്, അത് ലൈക്ക് ആ പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ തുടങ്ങിയത് എൻ്റെ അപ്രോച്ച് കുറെ കൂടി മാറിയപ്പോൾ എനിക്ക് കുറെ കൂടി നല്ല സിനിമകളും എനിക്ക് എൻ്റെ ചുറ്റുപാടും കുറച്ചുകൂടി നന്നായിട്ട് തോന്നി എനിക്ക്. അതിന് കോവിഡ് എങ്ങനെ കാരണം വെച്ചാൽ ഞാൻ കോവിഡ് ഒരു നല്ല സമയമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അതൊരു ഒരു ഒരു യുനോ നമുക്കൊന്ന് ഒരു ഇരുത്തം വന്ന ഒരു സമയമായിരുന്നു. എനിക്ക് ഹാഡ് നത്തിങ് ടു ഡു, ഒന്നും ചെയ്യാനില്ലായിരുന്നു. ഒരു റുട്ടീനിൽ തന്നെ പൊയ്ക്കൊണ്ടിരുന്നു. ആൻഡ് ലൈഫിൻ്റെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ലൈഫിൻ്റെ കരിയറിൻ്റെ ഒരു റോക്ക് ബോട്ടമായിരുന്നു. കാരണം നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. അതിനു മുമ്പ് ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നപ്പോൾ അതിനുശേഷം നമ്മൾ ഒന്നും ചെയ്യാതെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹാഡ് നത്തിങ് ടു ഡു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരുപാട് ഒരു റെട്രോസ്പെക്ഷൻ ഉണ്ടായിരിക്കും. നമ്മൾ വാട്ട് ഐ ഡിഡ് റോങ്, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാം, അതൊക്കെ ആയിരിക്കാം. പക്ഷെ അതിന് ശേഷം എൻ്റെ ഒരു ഔട്ട്ലുക്ക് ടോട്ടലി മാറി. ഞാൻ ഭയങ്കര പോസിറ്റീവായി. ആൻഡ് ഐ വാസ് ഷുവർ ദാറ്റ് തിങ്സ് ആർ ഗോയിങ് ടു ഹാപ്പൻ ഫോർ ഗുഡ്. നല്ല നല്ല കാര്യങ്ങൾ ഇനി സംഭവിക്കുന്ന ഐ വാസ് ഷുവർ. എനിക്ക് ഭയങ്കര ഉറപ്പായിരുന്നു അതെങ്ങനെയെങ്കിലും സംഭവിക്കുന്നില്ല. ഞാനതെൻ്റെ വീട്ടിലും എൻ്റെ അടുത്തറിയാവുന്നതോട് ഞാൻ പറയുന്നത്. കാരണം ഒരുപക്ഷെ ഞാൻ എൻ്റെ ഒരു ഏറ്റവും വേഴ്സ്റ്റ് ഫേസ് കണ്ടു എന്നെനിക്ക് തോന്നിയോണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതിലും മോശം എനിക്കിനി വരാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ആ സമയം കൊണ്ട് ഞാൻ വളരെ സ്ട്രോങ് ആയതുകൊണ്ടുമായിരിക്കാം. അപ്പോൾ എനിക്ക് അതിനുശേഷം എനിക്ക് എന്ത് ഫേസ് ചെയ്യാനുള്ള ഒരു ഗട്ട്സും സ്ട്രെങ്ത്തും എനിക്ക് വന്നിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് എല്ലാം ഭയങ്കര രസമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു ഫുൾ ലെങ്ത് പരിപാടി തേരെന്ന് പറഞ്ഞ സിനിമയാണ്. ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു വർക്കാണ്. ഞാൻ ഒത്തിരി സെറ്റിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, ഭയങ്കരമായിട്ട് ഞാൻ ഇൻവോൾവ് ആയിട്ട് ചെയ്തു. അതിനകത്ത് 1-2 നല്ല സീനുകൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു.
അത് ഒരുപക്ഷെ ആ സമയത്ത് ഈ കോവിഡ് സമയത്ത് നമ്മൾ നടത്തിയ ഒരു പഠനവുമായിരിക്കാം. നല്ല നല്ല സിനിമകൾ കണ്ടു, അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചു, അഭിനയത്തെപ്പറ്റി കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചു. നമ്മൾ നേരത്തെ ബാക്കി വെച്ച് അത് ചെയ്യണം, ഇന്നത് റെഫർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച പല കാര്യങ്ങളും ചെയ്യാൻ പറ്റി. പല നല്ല 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 ഒരുപാട് വീഡിയോസ് കണ്ടു, ബുക്സ് കുറച്ച് വായിച്ചു. അപ്പോൾ അതൊക്കെ എന്നെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു. നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തോന്നിയ മേഖലകൾ, അല്ലെങ്കിൽ വർക്ക് ചെയ്യണം തോന്നിയ മേഖലകൾ, അതെല്ലാം എനിക്ക് കുറേ ഇമ്പ്രൂവ്ഡ് ആയി. അപ്പോൾ എനിക്ക് കുറേ കൂടെ എൻ്റെ അപ്രോച്ച് കുറച്ചുകൂടി നന്നായി. അതിനുശേഷം എനിക്ക് വന്നൊക്കെ നല്ല സിനിമകളാണ്. നല്ല സിനിമകൾ എന്ന് പറയാൻ മോശം സിനിമകൾ ചെയ്തിട്ടില്ല, നല്ല നല്ല സിനിമ പക്ഷേ കൂടുതലും ഞാൻ ചെയ്തത്. ഇപ്പോൾ റോഷാക്ക് അതിനകത്ത് വലിയൊരു ഇതാണ്. അതുപോലെ തന്നെ ഞാൻ തേര് കണ്ട് റോഷാക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ പുരുഷപ്രേതം ചെയ്തു. അതിനുശേഷം ഞാൻ പാച്ചു അത്ഭുത വിളക്ക് ചെയ്തു. നല്ല ക്യാരക്ടർ വിവേക്. അപ്പം ഞാൻ ആ കോവിഡ് സമയത്താണ് ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. ദെൻ അതിനുശേഷമാണ് ഞാൻ ഈ 1000 ബേബീസിലേക്ക് വരുന്നത്. ഇതിനിടയ്ക്കൊക്കെ ഒരു ഗ്യാപ്പ് ഉണ്ട്. പക്ഷേ എനിക്ക് എന്നാലും ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എൻ്റെ ലൈഫിലെ മേജർ ഡെസിഷൻസ് എല്ലാം എടുത്തത് ഞാൻ ആ സമയത്താണ്. ഞാൻ വീട് വാങ്ങിക്കാൻ തീരുമാനിച്ചതും ഞാൻ എൻ്റെ വണ്ടി മാറ്റാൻ തീരുമാനിച്ചതും ഇതെല്ലാം ആ സമയത്താണ്. അതൊന്നും ആ സമയത്ത് നമ്മളൊരു ഒരു ഇൻകം പ്രോസ്പെക്റ്റ് കണ്ടുകൊണ്ടല്ല, അത് ധൈര്യത്തിൻ്റെ പുറത്തായിരുന്നു. അപ്പോൾ എനിക്ക് ആ ധൈര്യം ഉണ്ടെന്ന് ഉറപ്പിച്ചത് ഞാൻ ആ മേജർ ലയബിലിറ്റി ഡെസിഷൻസ് എടുക്കും. അസറ്റ് പ്രൊക്യൂർമെൻറ്റ്, ഇപ്പോൾ ഞാൻ വീട് വാങ്ങിക്കുന്നതൊക്കെ ആയിരുന്നു എൻ്റെ ആ ചിന്ത കറക്റ്റാണെന്ന് എനിക്ക് ഉള്ളൊരു വാലിഡേഷൻ അതായിരുന്നു. ഞാൻ ആലോചിക്കുന്ന കറക്റ്റാണ്, എൻ്റെ കോൺഫിഡൻസ് ശരിക്കുള്ളതാണ് എന്ന് തോന്നിച്ചത് ഞാനത് വീട് വാങ്ങിച്ചപ്പോഴോ അല്ലെങ്കിൽ എൻ്റെ വണ്ടി വാങ്ങിച്ചപ്പോഴാണ്. അപ്പോൾ അത് എനിക്ക് ഒരു ബ്യൂട്ടിഫുൾ ഫേസ് ആയിരുന്നു. ആൻഡ് ഐ വിൽ ജസ്റ്റ് കണ്ടിന്യൂ വിത്ത് ഇറ്റ് ആൻഡ് അത് ഞാൻ ഗോ ഹെഡ് വിത്ത് ദിസ്. ഇപ്പോൾ സിനിമകൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴേ, അതായത് ഒരുപാട് സിനിമകൾ, അതായത് ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ടാവും, ഒരുപാട് സ്ക്രിപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ചില ആക്ടേഴ്സിനൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവരിങ്ങനെ പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു ഡയറക്ടർ അവരുടെ അടുത്തോട്ട് വന്നു കഴിയുമ്പോൾ, ഒരു കഥയായിട്ട് വന്നു കഴിയുമ്പോൾ, ഓക്കെ എന്തായിരുന്നു, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വിവേക് എന്ന എൻ്റെ പേര് എനിക്ക് വരുന്നത് നമ്മൾ പാച്ചുവിലെ കഥ പറഞ്ഞു. എക്സ്പീരിയൻസ് ഉണ്ടോ വിവേക്? അങ്ങനെ ഒരു വിവേകിനെ അറിയോ? ഇല്ല, അറിയില്ല. പക്ഷെ എനിക്ക് ആ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സിനിമ. ഓക്കെ, അപ്പോൾ എങ്ങനെയാ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ എങ്ങനെയാ സഞ്ജു ചേട്ടൻ്റെ? എൻ്റെ ഫുഡ് ഹാബിറ്റ്സ് ഭയങ്കര വർക്ക്ഔട്ട് ഫ്രീക്ക് ആണോ? ഞാൻ അത്യാവശ്യം നന്നായി വർക്ക്ഔട്ട് ചെയ്യും, നന്നായി ഫുഡ് കഴിക്കും. പക്ഷെ ഞാൻ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ ഫുഡ് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്തു. അത് പക്ഷെ ഇപ്പൊ പോയി അതല്ല, കുറച്ച് ഒരു 2-3 മാസമായിട്ട് ഭയങ്കര ഓഫ് ട്രാക്ക് ആണ്. ആയ സ്ഥിതിക്ക് നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ. ഹോളിഡേ ഇൻ നമുക്ക് വേണ്ടി പ്രത്യേകം ഇവിടുത്തെ റെസ്റ്റോറന്റ് സഞ്ജു ചേട്ടൻ വരുന്നത് അറിഞ്ഞ് അവർ പ്രിപ്പയർ ചെയ്ത ഡിഷാണിത്. ഓക്കെ, സഞ്ജു ചേട്ടന് വേണ്ടി പ്രിപ്പയർ ചെയ്തതാണ്. യെസ്. അപ്പൊ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട്? നല്ലതാണ് അല്ലേ? അപ്പൊ സഞ്ജു ചേട്ടന് എങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫുഡ്സാ പൊതുവെ ഇഷ്ടം? അതായത് ഇപ്പൊ നമുക്കിങ്ങനെ നാടൻ ഫുഡാണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പെസിഫിക് കാറ്റഗറി ഒന്നുമില്ല? എനിക്ക് നല്ല രുചിയും തോന്നുന്നു എന്തും ഞാൻ കഴിക്കും. ഓക്കെ, എവിടെ പോയാലും ഏറ്റവും നല്ല ഫുഡ് അവിടുത്തെ എന്താണോ കിട്ടുന്നത് അത് ഞാൻ കഴിക്കും. ഫുഡി ആണല്ലേ? ആണോന്ന് വെച്ചാൽ അതെ, എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. വിശപ്പിനേക്കാളും എന്നെ റൂൾ ചെയ്യുന്നത് ഫുഡാണ്, ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നല്ലോണം അത്യാവശ്യം കൺട്രോൾ ചെയ്തിരുന്നു. ഞാൻ ഇതിന് ശേഷം ഒരു വെബ് സീരീസ് ചെയ്തു, 4 സംഘം എന്ന് പറഞ്ഞിട്ട്, സംഭവ വിവരണം 4 സംഘം എന്ന് പറഞ്ഞിട്ട് കൃഷാന്ത് ചെയ്യുന്ന ഒരു വെബ് സീരീസ്. അതിനുവേണ്ടി എനിക്ക് നല്ലോണം ഡയറ്റ് ചെയ്യണമായിരുന്നു. അതിനുവേണ്ടി ഞാൻ നല്ലപോലെ കാര്യമായിട്ട് ഡയറ്റ് ചെയ്തിരുന്നു. എത്ര കിലോ കുറച്ചു? അങ്ങനെയായിരുന്നു അതോ ടോണിംഗ് ആയിരുന്നു? അതിനുവേണ്ടി ഞാൻ 8 കിലോയോളം കുറച്ചു. ഓ, 8 കിലോ കുറച്ചു. അപ്പോൾ സ്ട്രിക്റ്റ് ഡയറ്റ് ആയിരുന്നു? പക്ക ഡയറ്റ് ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു അന്നൊരു 8 കിലോ കുറച്ച്, ഇപ്പൊ അതിന്റെ ഒരു 4 കിലോ പിന്നെ കൂടി. 4-5 കിലോളം പിന്നെ തിരിച്ചു കൂടി. ബീഫിന്റെ ഏതൊക്കെ വെറൈറ്റീസ് ചേട്ടന് പൊതുവെ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല കേട്ടോ. സാധാരണ നാടൻ ബീഫ് കറി ഇഷ്ടമാണ്, ഉലർത്തിയത് ഇഷ്ടമാണ്, പിന്നെ എല്ലാം ഇഷ്ടമാണ്. എനിക്ക് മട്ടൺ ഇഷ്ടമാണ്, ഫിഷ് ഇഷ്ടമാണ്. അങ്ങനെ ഇന്നതൊന്നും എനിക്കില്ല. എന്തും മറ്റേ പറയുന്നത് തിരിച്ചു കടിക്കാത്തത് എന്തും കഴിക്കും, അങ്ങനെയാണോ? എല്ലാം ഇഷ്ടം. ഓക്കെ, അപ്പോൾ ചേട്ടാ നമ്മൾ നേരത്തെ ചോദിച്ചുകൊണ്ട് വന്നിരുന്നത്, അതായത് ഒരു സ്ക്രിപ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അതായത് ഇപ്പോൾ ചേട്ടൻ ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ടാവും, ഒരുപാട് സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും, ഒരുപാട് ഡയറക്ടേഴ്സുമായിട്ട് സംസാരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ പൊതുവേ ആക്ടേഴ്സിനെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തായിരുന്നു ആ സ്ക്രിപ്റ്റിലേക്ക് അട്രാക്ട് ചെയ്തതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ പൊതുവേ ഇങ്ങനെ ചിലർ പറയാറുള്ളത്, ആ കഥാപാത്രം മാറ്റി വെച്ചിട്ട് അവർ ആ സ്ക്രിപ്റ്റ് നോക്കും. അപ്പോൾ അതിനകത്തൊരു റോളില്ല, ആ കഥാപാത്രം അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യും. ചിലർ പറയും സ്ക്രീൻ സ്പേസ് എത്രത്തോളം ഉണ്ട്, കോ ആക്ടേഴ്സ് എത്രത്തോളം ഉണ്ട്, ചിലർ പ്രൊഡക്ഷൻ ഹൗസസ് നോക്കി ചെയ്യുന്നതുണ്ട്. അപ്പോൾ ചേട്ടനെ എന്താ ഹുക്ക് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റിനകത്ത്?
എന്നെ ഹുക്ക് ചെയ്യുന്നത് ഇതെല്ലാം ഒരു പാരാമീറ്റേഴ്സ് ആണ്, അല്ലാതെ ഇന്ന ഒരു പാരാമീറ്റർ ഞാൻ കണക്കാക്കാറില്ല. അപ്പോൾ ചിലപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ സ്ക്രിപ്റ്റ് ആയിരിക്കും, പക്ഷേ ആ ഡയറക്ടർ ആരാണെന്നുള്ളതിനനുസരിച്ച് ഞാൻ ചിലപ്പോൾ സ്ക്രിപ്റ്റിനേക്കാൾ കൂടുതൽ ഞാൻ ചിലപ്പോൾ, അല്ലെങ്കിൽ ആ സ്റ്റോറിയേക്കാൾ കൂടുതൽ ഞാൻ ആ ഡയറക്ടറിന് വാല്യൂ കൊടുക്കും. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം റോഷാക്ക് എന്ന് പറയുന്ന സിനിമ ഞാൻ നിസാം എന്ന് പറയുന്ന ഡയറക്ടറായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ബിലീഫ്. സ്ക്രിപ്റ്റ് ഗംഭീരമായിരുന്നു, പക്ഷെ അത് നമ്മൾക്ക് വായിച്ചത് എങ്ങനെ വരുമെന്നും ഊഹിക്കാനൊന്നും പറ്റില്ല. അവിടെ ഞാൻ നിസാം എന്ന് പറയുന്ന ഡയറക്ടറിൽ ട്രസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ. പിന്നെ അങ്ങനത്തെ നല്ല മേക്കേഴ്സ് വരുന്ന സമയത്ത് യു ഡോണ്ട് ഹാവ് ടു ബിയോണ്ട് അല്ലെങ്കിൽ ലുക്ക് ഫോർ ദ പ്രോപ്പർ സ്ക്രിപ്റ്റ് വേണമെന്നുണ്ടാവില്ല ചിലപ്പോൾ. ദേ വിൽ, അതിപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഫ്ലോസ് ഉണ്ടെങ്കിലും മേ ബി ദേ വിൽ മാനേജ് ഇറ്റ്. ഞാൻ പറഞ്ഞു എപ്പോഴും അല്ല ഞാൻ പറഞ്ഞു, ബട്ട് അങ്ങനെ ഡയറക്ടറിൽ യു ക്യാൻ ട്രസ്റ്റ്. അപ്പം നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടർ എന്താണെന്നാണ് ഞാൻ നോക്കുന്നത്. ഇപ്പം അതിനുശേഷം ഞാൻ അഖിൽ സത്യൻ്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ എനിക്കറിയാം അഖിൽ എനിക്ക് ആ സീൻ അയച്ചാൽ ആ സീൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതെ, എനിക്ക് 2 സീനേ ഉള്ളൂ. അത് 2 സീൻ ഭയങ്കര രസമുണ്ട്. ഒരു ക്യാരക്ടറുണ്ട്, അയാൾ ഉടനീളം ഒരുപാട് സ്പേസ് ഇല്ല, കുറച്ച് നേരേ ഉള്ളൂ. അത് അഖിൽ ഭയങ്കര രസമായിട്ട് വർക്ക് ചെയ്യുന്നത്. അഖിൽ പറയുന്നതിൽ ഭയങ്കര രസമുണ്ട്, അതെന്നെ അട്രാക്ട് ചെയ്തു. അത് എനിക്ക് ഭയങ്കര, ഇപ്പോൾ പുരുഷപ്രേതം ചെയ്യുന്ന സമയത്ത് പുരുഷപ്രേതത്തിൽ എനിക്ക് 2 സീനേ ഉള്ളൂ. അത് ഭയങ്കര ആ സിനിമയുടെ കോണ്ടെക്സ്റ്റിൽ വേറെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടറാണ്. അത് ഭയങ്കര സീരിയസ് ആണ്, പക്ഷെ നമുക്ക് ചിരി വരുന്ന ഒരു അവസ്ഥയുണ്ട് അതിൽ. അപ്പം എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഓൾസോ കൃഷാന്താണ് അത് ചെയ്യുന്നത്. അതേപോലെ ഇപ്പം നജീമിക്ക ഇപ്പം ഈ കഥ പറയുമ്പോൾ എന്നെ അട്രാക്ട് ചെയ്തത്, ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തത് എൻ്റെ കഥയാണ്. ആൻഡ് ഓൾസോ നജീമിക്ക അത് പറഞ്ഞ് നെറേറ്റ് ചെയ്യുന്ന രീതിയും. അപ്പോൾ ഇന്ന ഒരു ഫാക്ടർ എന്നില്ല അതിനകത്ത്, പക്ഷെ എന്തെങ്കിലും ഒരു ഫാക്ടർ വേണം. അപ്പോൾ നമ്മളൊരു ചിലപ്പോൾ ചില സമയത്ത് ഇപ്പം ഞാൻ ചെയ്ത ചില സിനിമകൾ, പരാജയപ്പെട്ട സിനിമ നല്ല കഥയായിരുന്നു, അത്യാവശ്യം നല്ല സെൻസുള്ള ഒരു ഡയറക്ടറായിരുന്നു, പക്ഷെ നല്ലൊരു പ്രൊഡ്യൂസർ ആയിരുന്നില്ല. നല്ലൊരു പ്രൊഡ്യൂസർ ഇല്ലാത്തതുകൊണ്ട് ആ സിനിമയ്ക്ക് വേണ്ട തരത്തിൽ അതിനെ അയാൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, അത് പ്രോപ്പറായിട്ട് ഇത് ചെയ്യാൻ പറ്റിയില്ല, അത് വേണ്ടടുത്ത് എത്തിയില്ല. അത് ഭയങ്കര രസമുള്ള ഒരു പ്ലോട്ടായിരുന്നു, ഭയങ്കര സബ്ജക്റ്റ് ആയിരുന്നു. അപ്പോൾ അത് ഇനി ആ സിനിമ എടുക്കാൻ പറ്റില്ല. സോ അത് ഞാൻ അവിടെ ട്രസ്റ്റ് ചെയ്തത് ആ കഥയും ആ ആശയവും പിന്നെ ആ ഒരു സൗഹൃദത്തിനെയാണ്. പക്ഷെ അവിടെ പ്രൊഡക്ഷൻ ഒന്ന് ഫെയിൽ ആയപ്പോഴത്തേക്കും ഇത് പോയി. സോ എന്ത് ഫെയിൽ ആയാലും മതി, പക്ഷെ നമ്മൾ നോക്കുമ്പോൾ എല്ലാം ചിലപ്പോൾ ഒത്തു വരണമെന്നില്ല, പക്ഷെ ഏതെങ്കിലും ഒരു ഫാക്ടർ ഒത്തു വന്നാൽ ഗംഭീരം. പിന്നെ റോഷാക്ക് എന്ന് പറയുന്ന സിനിമ മമ്മൂട്ടി കമ്പനിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പിന്നെ അതിനെ പ്രതി പിന്നെ അങ്ങനത്തെ ഒരു ആ സമയത്ത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആ സമയത്ത് ഞാൻ ചൂസ് ചെയ്തൊന്നും അല്ല കേട്ടോ. അത് ഇപ്പോൾ അതിനടുത്ത് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചില്ലെങ്കിൽ ഞാൻ അത് സിനിമ ചെയ്യുമായിരുന്നു. കാരണം എനിക്ക് ഇത്രയും കാര്യങ്ങളിൽ എനിക്ക് നിസാമിൻ്റെ അടുത്തൊരു കോൾ വരുന്നത് എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം കെട്ടുകൾ അണ്ണ മലാക എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുള്ള ആള്, പിന്നീട് ഞാൻ നിങ്ങൾ സംസാരിച്ച് പരിചയപ്പെട്ടപ്പോൾ ആ ആളെ മനസ്സിലാക്കിയപ്പോഴും അയാൾ എന്ത് ചെയ്യാനും വെറുതെ ഒന്നും ഒരു കാര്യം ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. സോ ഈ ഫാക്ടേഴ്സ് എല്ലാം വെച്ചിട്ട് ഞാൻ ചെയ്യും. ഒന്നും നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. നല്ലൊരു സിനിമ എന്ന് തോന്നുന്ന എന്തും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് 1000 ബേബീസിലോട്ട് ഒന്ന് തിരിച്ചെത്താം. അതായത് 1000 ബേബീസിലെ ചേട്ടൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒക്കെ കുറേ സീൻ ഉണ്ടല്ലോ. അതായത് ആ ഒരു ഷോട്ട് ഉണ്ട്, അത് സാറാമ്മച്ചി ചോദിക്കുന്നത് എനിക്ക് പ്രാന്താണെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ, എല്ലാവരും പറയുന്ന പോലെ ഞാൻ അലറുന്നില്ലേ റൂമിൽ എന്നൊക്കെ ചോദിക്കുമ്പം ചേട്ടൻ്റെ ആൻസർ ഉണ്ട്, അതിനെന്താ സാറാമ്മച്ചിക്ക് ഇഷ്ടമുള്ളത് സാറാമ്മച്ചി ചെയ്യുന്നത്, അതിനിപ്പോൾ ആരാ കുറ്റം പറയുന്നത് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ ക്ലൈമാക്സിൽ നോക്കുമ്പോൾ റഹ്മാൻ സാറുമായിട്ടുള്ള ഡയറക്റ്റ് സീൻസ് ഉണ്ടല്ലോ. ആ സീനിലും സാറ് ചോദിക്കുന്നതിനൊക്കെ അതേ നിഷ്കളങ്കമായുള്ള ഉത്തരവാണ് ഇത്രയും കഴിഞ്ഞിട്ടും പറയുന്നത്. ചെറിയ ഷെയ്ഡ് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, അല്ലേ സാറേ എന്ന് ചോദിക്കുന്നത്, പിന്നെ ചുട്ടു കൊന്നതാ എന്ന് പറയുന്നതൊക്കെ ഓരോ ഡയലോഗ് ഡെലിവറി ഉണ്ട്. അതും നമ്മൾ ഫസ്റ്റ് ഷോട്ടും ഇതും തമ്മിൽ ആ ഒരു ഇന്നസെൻസ് ഫാക്ടർ അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഡയറക്ടർ പറഞ്ഞു തന്നിരുന്നോ, ഇങ്ങനെ തന്നെ ഇത് തന്നെ ആയിരുന്നു നമ്മൾ പിടിക്കേണ്ട ഒരു ടോൺ എന്നുള്ളത് പറഞ്ഞിരുന്നോ? എസ്പെഷ്യലി ക്ലൈമാക്സ് സീനിലുള്ള സാധനത്തിൽ അത് നജീബ് കൃത്യമായിട്ട് പറഞ്ഞു. ഞാൻ ഡെലിവറി ചെയ്തിരുന്നത് വേറൊരു തരത്തിലായിരുന്നു. അപ്പം നജീബ് പറഞ്ഞിടാ നമുക്ക് ഈ ഒരു തരത്തിൽ പോയാൽ മതി, അതാണ് വർക്ക് ആവുന്നത്, നമുക്ക് അങ്ങനെ പോവാം എന്നോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഒരു മീറ്റർ പിടിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അത് ആ സമയത്ത് എന്ന് വെച്ചാൽ അയാൾ ഭയങ്കര കമ്പോസ്ഡ് ആണ്. മറ്റേടത്ത് പറഞ്ഞാൽ അയാൾ ഭയങ്കരമായിട്ട് ഇന്നസെൻ്റ് ആണ്. അയാൾ ചെറിയൊരു ലോകത്ത് ജീവിച്ച ആളാണ്. അപ്പോൾ ആ ചെറിയ ലോകത്ത് അമ്മയുടെ ഒപ്പം മാത്രം ജീവിച്ചിട്ടുള്ള അയാൾക്ക് അമ്മയെല്ലാം ശരിയാണ്, അവർ ശരിയാണ്, ആ ലോകം മൊത്തം അയാൾക്ക് തെറ്റാണ്. അയാൾക്ക് വേറെ ആരുമായിട്ട് അയാൾക്ക് അറ്റാച്ച്മെൻ്റ് ഇല്ല, വേറെ ആയിട്ട് അടുപ്പമില്ല. അയാൾ എന്നതൊരു കട്ടായി പോയി സീനൊക്കെ ഉണ്ട്. അതിൽ അയാൾ നെയ്ബറുമായിട്ടൊന്നും അയാളൊന്നും തിരിഞ്ഞു പോലും നോക്കില്ല. കാരണം ബോധേഡല്ല,
പിന്നെ അയാൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും ഒരാളോട് മാത്രമാണ് അയാൾക്കൊരു അഫിനിറ്റി ഉള്ളത്. അതെ. അവിടെയും അയാൾ സാറാമിച്ചിയെ പോലെ അവരെ കാണുന്നത്, സാറാമിച്ചിയുടെ പോലെയാണ്, സാറാമിച്ചിയുടെ പോലെ ഇങ്ങനെ എന്നൊക്കെയാണ് ഒരു. അപ്പം അയാൾ ഈ ഒരു ലോകത്ത് മാത്രം ജീവിക്കുന്നതാണ്. അപ്പം ആ ഒരു ഇന്നസെൻസ് ഉണ്ട്. ആൻഡ് അയാളുടെ സാറാമിച്ചി എന്ത് ചെയ്താലും അയാൾക്ക് ഓക്കെയാണ്. മാത്രമല്ല അയാൾക്ക് സാറാമിച്ചി കുറ്റം പറയാനും പറ്റില്ല, കുറ്റം പറയാൻ തോന്നില്ല. കാരണം അയാൾക്ക് വേറെ ആരെയും ഇഷ്ടമല്ല. തമ്മിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം സാറാമിച്ചി ആയിരിക്കാം. എനിക്ക് സാറാമിച്ചി ചെയ്യുന്ന അതാണ് നോർമൽ. ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾക്ക് മാത്രം മതി എന്ന് പറയുന്ന സാറാമിച്ചിയാണ്. അപ്പം അതാണ്. പക്ഷെ ക്ലൈമാക്സിൽ വരുന്ന സമയത്ത് അയാൾ അവിടെ നിന്നൊക്കെ ഒരുപാട് ട്രാവൽ ചെയ്ത് വരുമ്പോൾ അയാൾ വേറെ കുറെ ശരികളിലേക്ക് എത്തി എന്ന് പറയുന്ന സംഭവമുണ്ട്. അയാളുടെ ശരികൾ ഇപ്പോൾ അതാണ്. അപ്പോൾ അയാൾ ചുട്ടാകുന്ന എന്ന് പറയുമ്പോൾ അവൻ ഡിസേർവിങ് ആണ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അയാളുടെ അന്നേരം റൂൾ ചെയ്യുന്ന അയാളുടെ പല പ്രിൻസിപ്പിൾസുമാണ്. സോ അതുവരെ അയാൾ പഠിച്ച കാര്യങ്ങളോ അയാൾ മനസ്സിലാക്കിയ കാര്യങ്ങളോ സാറാമിച്ചിരുന്ന അയാൾ സത്യങ്ങൾ അറിഞ്ഞതിന് ശേഷമുള്ള അയാളുടെ ഒരു ലൈഫ് ചേഞ്ച് ആയി പോയതും ഇത്രയും വർഷത്തെ അതിനുശേഷം ഒരു 10-12 വർഷത്തിന് ശേഷമാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്രോത്ത്, ഇമോഷണൽ ഗ്രോത്ത് അയാൾക്കുണ്ട്. അപ്പോൾ ആ സമയത്ത് അയാൾ നിൽക്കുന്ന അയാൾ വെൽക്കം ചെയ്യാണ്. അയാളാണ് ഇവരെ ഇവിടെ വരുത്തിയത്. ഞാൻ വരച്ചിട്ട വഴി നിങ്ങളെ കൊണ്ടുവന്നു. സോ അയാൾ ഈസ് പ്രിപ്പയർഡ് ഫോർ ഇറ്റ്. അപ്പോൾ അയാൾക്കത് സംഭവിക്കണമായിരുന്നു. അപ്പോൾ അയാൾ അത്രയും കമ്പോസ്ഡ് ആണ്. അയാൾ മരണമെന്ന് പറഞ്ഞു അതിനെ വെൽക്കം ചെയ്ത് നിൽക്കുന്ന എൻ്റെ ഒരാളാണ്. അപ്പോൾ ശരിക്കും മരിച്ചു അല്ലേ അതിനകത്ത്? കാരണം ഇനി അടുത്ത എപ്പിസോഡ്സ് വരുന്നുണ്ടല്ലോ. ഞാൻ നജീമിനോട് കൃത്യമായി പറഞ്ഞത്, അതായത് ഹൃദയത്തിന് മുകളിൽ വെടിയിട്ട് കേട്ടോ. നജീമിക്ക പറഞ്ഞു അത് ശരിയാന്നിട്ട് ശരി കറക്റ്റ് അതിന് മുകളിലാണ് എനിക്ക് വെടിയുണ്ട ഇറക്കിയത്. അല്ല അപ്പം ബിബിൻ മരിച്ചിട്ടില്ല? ബിബിൻ മരിച്ചിട്ടില്ലായിരിക്കും, പറയാൻ പറ്റൂല. ബിബിൻ എന്തായാലും സെക്കൻഡ് സീസണിലുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ലല്ലോ. ഞാനത് ആലോചിച്ചു. എന്തായാലും കൊല്ലാൻ സാധ്യത ഇല്ലാന്ന് ഞാൻ ആലോചിച്ചു. ഞാൻ സമ്മതിക്കില്ലെന്ന് ഞാൻ ജീവിക്കട്ടെ ആദ്യം പറഞ്ഞു. ഞാൻ സമ്മതിക്കില്ല, ഞാനുണ്ട് സെക്കൻഡ് സെക്കൻഡ് സീസൺ എപ്പോ ഇറങ്ങി ചേട്ടാ? അയ്യോ അറിയില്ല. അതൊന്നും അതിന്റെ ഒന്നും ഷൂട്ട്സ് ഒക്കെ കഴിഞ്ഞോ? ഇല്ലില്ല, ഒന്നും കഴിഞ്ഞില്ല. അത് ഷൂട്ടും എല്ലാം നടക്കുന്നതേ ഉള്ളൂ. നടക്കുന്നില്ല, ഇനി എഴുതണം. എഴുതി വരുന്ന അതിന്റെ എഴുതിയൊക്കെ നജീംക്ക് കുറെ പ്രിപ്പയർഡ് ആണ് അതിന്. അപ്പൊ ഇതിനകത്ത് അതിൻ്റെ പല സ്ഥലത്തും ലൂപ്പ് ഹോൾസ് ഇട്ടിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ആരും കണ്ടുപിടിക്കാത്ത ലൂപ്പ് ഹോൾസ് നജീമൊക്കെ ഇട്ട് പോയിട്ടുണ്ട്. ഞാനൊരു ലൂപ്പ് ഹോൾ പറയട്ടെ. മറ്റേ ബിബിന്റെ ഫ്രണ്ട് ഇല്ലേ, ലെറ്റർ ബിബിൻ ഒരു അടുത്ത നെക്സ്റ്റ് ടാർഗറ്റ് ചെയ്യുന്നവരുടെ അയക്കുന്ന ഒരു പെൺകുട്ടിയില്ലേ, അവൾ അതിനകത്തൊരു ലൂപ്പ് ഹോൾ അല്ലേ? ആ ക്യാരക്ടർ ഐ മീൻ അതെ അതായിരിക്കാം, ഡെഫിനറ്റ് ആയിട്ടും ആയിരിക്കാം. നേരത്തെ ചിന്തിച്ചതാ, വേറെ പണിയൊന്നുമില്ലല്ലോ. ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. അതില് തന്നെ പല സ്ഥലത്തും ഉണ്ട്. അതെന്താ അങ്ങനെ, അവിടെ എന്തോ ഉണ്ടല്ലോ എന്ന് തോന്നുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിൽ സെക്കൻഡ് വാച്ചിൽ നിങ്ങൾക്ക് കിട്ടും. ഫസ്റ്റ് വാച്ചിൽ കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് വാച്ചിൽ അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനത്തെ ലൂപ്പ് ഹോൾസ് ഇട്ട് പോയിട്ടുണ്ട്. ചേട്ടാ, ഈ 1000 ബേബീസിനകത്ത് ഇങ്ങനെ ഒരു സിനാരിയോ ആണല്ലോ പറയുന്നത്. ഫുഡ് ടേസ്റ്റ് ചെയ്തു ചേട്ടാ? ഫുഡ് കഴിച്ചു ചേട്ടന് വേണ്ടി അവർ എന്റെ ക്വസ്റ്റ്യൻസ് കേട്ടാ? എന്റെ ക്വസ്റ്റ്യൻസ് കേട്ടാ? നല്ല ക്വസ്റ്റ്യൻസ്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ജ്യൂസ്. ലേറ്റ് ആയിട്ടാ ലഞ്ച് കഴിക്കാം. ഓക്കെ, ഞാൻ മീറ്റ് അങ്ങനെ കഴിക്കത്തില്ല. അപ്പോൾ നമ്മുടെ 1000 ബേബീസിലാണെങ്കിലും ഒരു ഷോട്ട് ഉണ്ടല്ലോ, അതായത് റഹ്മാൻ സാറിന് കുഞ്ഞുണ്ടാവുന്ന സമയത്ത് റഹ്മാൻ സാർ ഒന്ന് ഡൗട്ട്ഫുൾ ആവും നേഴ്സിനെ നോക്കുന്നത്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ചെയ്യുന്നത് കാരണം. അപ്പം ചേട്ടന് പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു റിയൽ ലൈഫ് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇതുണ്ടായി? അതായത് നമ്മൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യല്ലേ, അപ്പം ആ ഒരു ക്യാരക്ടർ നമ്മളിൽ ജീവിക്കുക എന്നുണ്ടാവുമല്ലോ, ഒരു സിനിമ കഴിഞ്ഞിറങ്ങിയാലും അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വരാത്തതുകൊണ്ട് എനിക്ക് അത് തോന്നിയില്ല. പക്ഷെ ഇത് ഭയങ്കര സ്കെയറി ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു. അത് നമ്മൾ വായിക്കുമ്പോഴത് ഇതിങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞൊരു ഭയങ്കര സ്കെയറി ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അതിനകത്ത് കൃത്യമുണ്ട്. അപ്പം ഞാൻ ഇപ്പോഴത്തെ നീന മാമിനോട് ഞാൻ ചോദിച്ചു, നീന മാമിൻ്റെ മകൾക്ക് കുഞ്ഞുണ്ടായപ്പോൾ ഞങ്ങൾ ബോംബെയിൽ ഇപ്പോൾ പോയപ്പോൾ സമയത്ത് പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് കുഞ്ഞെങ്ങനെ ചോദിച്ചു, പറഞ്ഞു കുഞ്ഞിൻ്റെ അച്ഛനെ പോലെയാണെന്ന് പറഞ്ഞു. മാം ആലോചിക്കുക, നമ്മുടെ സിനിമയുടെ ഡയലോഗാണ് അത്. അപ്പോഴാണ് മാം പറഞ്ഞു, ഓ ശരിയാണ്, അയ്യോ എൻ്റെ പുള്ളിക്കാരി ഇങ്ങനെ ഡയലോഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും പറയുമല്ലോ, ഇന്നാളെ പോലെ അയ്യോ അതേപോലെ അമ്മയുടെ അതേ മൂക്ക് എന്നൊക്കെ പറയുമല്ലോ. അപ്പം ഇത് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, എത്രയോ സ്ഥലങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പം നമ്മൾ പല സ്ഥലത്തും ഈ അറിയാമല്ലോ, ഈ കുട്ടികൾ ഇപ്പം ജെൻഡർ ബേസിൽ ചിലപ്പോൾ കുട്ടികളെ വേണ്ടെന്ന് വയ്ക്കുകയും കളയുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന നാടാണ് നമ്മുടെ. അപ്പം എന്തുകൊണ്ട് ചിലപ്പോൾ അവർ ആരെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടാവില്ല, ഇതൊക്കെ അറിയില്ല.
ഓക്കെ, അപ്പൊ ചേട്ടാ ഞാൻ നേരത്തെ പറഞ്ഞ ആ വിവേക് എന്നുള്ള ക്യാരക്ടർ ഉണ്ടല്ലോ, അഖിൽ സത്യൻ ഡയറക്ട് ചെയ്ത പാച്ചുവും അത്ഭുത വിളക്ക് മൂവിയിലെ, ആ സിനിമയിലേക്ക് ചേട്ടൻ എത്തിയത് എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ ആ ഒരു ഷോട്ട് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സീൻ ഉണ്ടല്ലോ, ആ ഒരു ഹോട്ടലിൽ ഷൂട്ട് ചെയ്തേ, അത് ഷൂട്ട് ചെയ്തപ്പോൾ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും? അതിങ്ങനെ കട്ട് റീലായിട്ട് മിക്കപ്പോഴും അതിങ്ങനെ വരും, ഫഹദ് സാറിന്റെ ഒരു ആക്ടിങ്ങും ഒക്കെ ആയിട്ടാ. അല്ല അത് അഖില് എനിക്ക് ഭയങ്കര ഫ്രീഡം തോന്നുക. ഞാൻ അഖിലിനോട് ചോദിച്ചു അഖിൽ ഇത് എങ്ങനെ ചെയ്യണം എങ്ങനെ, കാരണം ഞാൻ അവര് 2-3 വർഷം മുമ്പ് ഷൂട്ട് തുടങ്ങി, പിന്നെ കോവിഡ് വന്നപ്പോൾ അവർ നിർത്തി. പിന്നീട് അവർ ഷൂട്ട് തുടങ്ങി എനിക്കൊന്ന് ഞാൻ ആ ഷൂട്ടിന് ഒരു 2 ആഴ്ച മുമ്പോ മറ്റാണ് ഞാൻ അതിൽ ആ ഒരു സംഭവം ഞാൻ അറിയുന്നത്. നമ്മൾ ക്രാഷ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ്, എന്താ അതിൻ്റെ ഒരു മീറ്റർ ഒന്നും എനിക്കല്ല. അപ്പം ഞാൻ അഖിലിനെ ഹെൽപ്പ് എടുത്തുകൊണ്ടിരുന്നു. അഖിൽ എന്താ ചെയ്യേണ്ടത്, ഇത് എങ്ങനെ പറയണം, ഇങ്ങനെ പറഞ്ഞാൽ മതിയോ, അങ്ങനെ ചെയ്താൽ മതിയോ. അപ്പം അഖില് പറയുന്നത് സഞ്ജു എങ്ങനെയാണെന്ന് വെച്ചാൽ സഞ്ജു ചെയ്തോ. അത് ഓരോരുത്തരുടെ മെത്തേഡാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അത് അഖിലിൻ്റെ മെത്തേഡ് അതാണ്. അഖില് നമ്മളെ കൊണ്ട് ഇങ്ങനെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയും നമ്മളെ കൊണ്ട് ഹിൽ ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ യു. അത് പുള്ളി നമുക്കങ്ങ് ഫ്രീഡം തരുമ്പോൾ നമുക്ക് പിന്നെ നല്ലത് ചെയ്യാൻ, നമുക്ക് എങ്ങനെ ചെയ്യണം, എങ്ങനെ നന്നാക്കണം എന്നുള്ള സാധനമായി പോകുന്നത്. അപ്പോൾ അഖിലിന് അത് പക്ഷേ കറക്റ്റ് മീറ്റർ അറിയുകയും ചെയ്യാം. അപ്പോൾ പുള്ളിക്ക് അത് കറക്റ്റ് എവിടെ പിടിക്കണമെന്നൊക്കെ അറിയാം. അപ്പോൾ പിന്നെ പുള്ളി ഭയങ്കര നമ്മളെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതെനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഓൾസോ ഫഹദിന് നമ്മൾ എനിക്കൊന്ന് മൺസൂൺ മാഗസിന് ശേഷം ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളങ്ങനെ കുറേ നാളിന് ശേഷമാണ്. ഫഹദ് ഇസ് സച്ച് എ വണ്ടർഫുൾ ആക്ടർ. അപ്പം നമുക്കൊരു ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുമ്പോൾ ഭയങ്കര രസമായിട്ടത് വർക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ നമുക്ക് ഭയങ്കര ഒരു ഗിവ് ആൻഡ് ടേക്ക് ഭയങ്കര രസമായിട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ സീൻ എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ഷൂട്ട് ചെയ്തപ്പോൾ എന്തെങ്കിലും ഒരു മെമ്മറി ഉണ്ടോ പറയാൻ, ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ഷെയർ ചെയ്യാൻ? ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ മുട്ട് മാറ്റി പിടിക്കുന്നതൊക്കെ അത് അന്നേരം തോന്നി നമ്മൾ ചെയ്ത സാധനമാണ്. അത് ഭയങ്കരമായിട്ട് വർക്ക് ആയി. അത് പിന്നീട് സത്യൻ സാറൊക്കെ പറഞ്ഞു പോയി, അത് ആ മുട്ട് മാറ്റി വെച്ച് മറ്റേ മുട്ടുകുത്തി നിന്നപ്പോൾ അത് മാറ്റി വെച്ചത് നല്ല ഇതായിരുന്നു എന്നൊക്കെ പറയും. ആൻഡ് ഓൾസോ ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം അഖിലുമായിട്ട് വർക്ക് ചെയ്യുമ്പം അഖിലിൻ്റെ വൈഫ് എൻ്റെ സ്കൂൾമേറ്റ് ആയിരുന്നു. ആൻഡ് ഓൾസോ എനിക്ക് ഈ സത്യൻ സാറിൻ്റെ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പോലുള്ള ആഗ്രഹം. ഞാൻ പഠിച്ചത് തൃശ്ശൂരാണ്. അപ്പോൾ അന്തിക്കാട് ഞാൻ എപ്പോഴും ഇടയ്ക്ക് പോകാറുണ്ട്. എൻ്റെ കസിൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സത്യനന്ദിക്കാടിൻ്റെ വീടിൻ്റെ പുറത്തൊക്കെ പോയി ഞാൻ നിന്നിട്ടുണ്ട്. എന്നെ ഒരു ഫ്രണ്ട് കൊണ്ടിട്ട് ഇതാണ് സത്യനന്ദിക്കാടിൻ്റെ വീട് എന്നോട്, ഇതാണല്ലേ, അതുകൊണ്ട് ഞാൻ എപ്പോഴും പുള്ളിയുടെ സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞാൽ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു അവസരം ഞാൻ അദ്ദേഹത്തിൻ്റെ മകൻ്റെ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് അതെനിക്ക് വേറൊരു ഫീലായിരുന്നു. അപ്പം അതെനിക്ക് വേറൊരു സ്കൂളുമായിരുന്നു. ഞാൻ ഇതുവരെ ചെയ്തതിനേക്കാൾ വളരെ ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു സ്കൂളുമായിരുന്നു. അത് ഭയങ്കര എൻജോയബിൾ ആയിരുന്നു. എൻ്റെ അതേ രാധ എൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച പുള്ളിക്കാരിയാണ് ഇതിൽ നമ്മുടെ 1000 BBSൽ അഭിനയിച്ചത്. അപ്പോൾ പുള്ളിക്കാരി ഞാൻ പറഞ്ഞ എൻ്റെ നീനാജിയുടെ ചെറുപ്പം അഭിനയിച്ചത്. അപ്പം അങ്ങനെ ഒരു കണക്ഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരികയും ചെയ്തു. ഒരു ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അല്ലാതെ അതിനകത്ത് പറയത്തൊക്കെ അങ്ങനെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് വരും. ഫാദറായിട്ട് ചെയ്തത് ഭയങ്കര രസമായിരുന്നു. ഓക്കെ, അപ്പോൾ ചേട്ടൻ പറഞ്ഞല്ലോ സത്യൻ സാറിന്റെ വീടിന്റെ മുമ്പിൽ പോയൊക്കെ നോക്കിയിട്ടുണ്ട് എന്ന്. അത് കഴിഞ്ഞ് കുറെ വർഷങ്ങൾക്ക് ശേഷം ചേട്ടൻ സിനിമയിൽ വന്നു, ഒരുപാട് സിനിമകൾ ചെയ്തു. ചില സിനിമകൾ നമ്മൾ പറഞ്ഞ പോലെ അതിനുശേഷം ഞാൻ സത്യൻ സാറിനെ കണ്ടിട്ടുണ്ട്. അതും ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് എൻ്റെ വൈഫ് സിംഗറാണ്. അപ്പോൾ വൈഫ് രാജാ സാറിന് വേണ്ടി പാടിയിട്ടുണ്ട് സത്യൻ സാറിൻ്റെ സിനിമയിൽ തന്നെ. പക്ഷെ പിന്നീട് ആ സോങ് ചിത്രചേച്ചിയാണ് പാടിയത്. പക്ഷെ ആദ്യം ഇവരാണ് പാടിയത്. അശ്വതിയും വൈഫും സിത്താരയും കൂടിയാണ് ആ പാട്ട് പാടിയത്. അപ്പോൾ അന്ന് അവിടെ റെക്കോർഡിങ്ങിന് പോയപ്പോൾ ഒരു ദിവസം ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ എനിക്ക് വന്ന് അതിൻ്റെ പുറത്തെ സ്പേസിൽ ഇത്രയുള്ളൊരു സ്പേസിൽ തന്നെ ഞാനും എൻ്റെ ഇവിടെ ഈ ഭാഗത്ത് സത്യൻ സാർ ഇരുന്ന് അങ്ങനെ ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അദ്ദേഹത്തോട് ഒരു അവസരം ചോദിക്കാനുള്ള ധൈര്യം എനിക്ക് തോന്നിയിട്ടില്ല. തോന്നിയില്ല. കാരണം ആരദ്ദേഹത്തെ കണ്ടാലും അതായിരിക്കും ചോദിക്കാം. പിന്നെ ഐ വോണ്ട് മേക്ക് എനി ഡിഫറൻസ്. അപ്പോൾ ഞാനതുകൊണ്ട് എന്തോ ഞാൻ ചോദിച്ചില്ല. പക്ഷെ പിന്നീട് അത് കാലങ്ങൾക്ക് ശേഷം അത് സംഭവിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ സിനിമ ഒരുപാട് ആഗ്രഹിച്ച് സിനിമയിലേക്ക് വന്നു, കുറേ സിനിമകൾ ചെയ്തു. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ചില സിനിമകൾ നമ്മൾ പറഞ്ഞ പോലെ വർക്കാവും, ചിലത് ചിലപ്പോൾ അത്ര വർക്ക് ആവത്തില്ലായിരിക്കും. ഇപ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു സിനിമ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു ഗ്യാപ്പ് കാണും, എന്നിട്ടായിരിക്കും അടുത്ത സിനിമ വരുന്നത് എന്ന് പറയും. ഇപ്പോൾ ഈ പൊതുവേ പറയുമല്ലോ, ഒരു വെള്ളിയാഴ്ചയിൽ നിന്ന് അടുത്ത വെള്ളിയാഴ്ചയിലേക്കുള്ള ഒരു ദൂരമാണ്, ഒരു കാത്തിരിപ്പാണ് എന്ന് പറയും. അപ്പോൾ ചേട്ടൻ്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്താ? എനിക്ക് സിനിമയോടുള്ള ഇഷ്ടവും എനിക്ക് ഇതിനോടുള്ള പാഷനും തന്നെയാണ്. അല്ലാതെ വേറെ ഒന്നും ഞാൻ ഇതിനകത്ത് കാണുന്നില്ല. അല്ലാതെ ബാക്കിയെല്ലാം ഇതെല്ലാം വിൽ ബി ടെസ്റ്റഡ്. നമ്മളുടെ കരിയറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അതിനോടുള്ള കമ്മിറ്റ്മെന്റ് വിൽ ബി ടെസ്റ്റഡ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. ഓവർ ആൻഡ് ഓവർ നമ്മൾ ടെസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും പല കാരണത്താൽ.
നിങ്ങൾക്കത് വിട്ടുപോകേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി തരും. അത് നമ്മളെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് എനിക്ക് ആ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇഫ് ഇറ്റ് വാസ് മണി, എന്നെ ഇതിൽ അട്രാക്ട് ചെയ്ത് മണി ആണെങ്കിൽ ഞാൻ നേരത്തെ വിട്ടുപോകണമെന്ന്. കാരണം എനിക്ക് ഇതിനകത്തുനിന്ന് റവന്യൂ കിട്ടാത്ത, പൈസ ഒന്നും കിട്ടാത്ത സമയം ഉണ്ടായിരുന്നു. സിനിമയില്ലാത്തപ്പോൾ പൈസ ഇല്ലല്ലോ. അതിനകത്ത് ഇപ്പോൾ ഫെയിം ആണെങ്കിലും എനിക്ക് സിനിമ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യാതെ ഗ്യാപ്പ് വരുമ്പോഴും അല്ലെങ്കിൽ നല്ല സിനിമകൾ കിട്ടാതെ വരുമ്പോഴും അതുമില്ലല്ലോ. പിന്നെ ഇതിന്റെ ഗ്ലാമർ ആണെങ്കിലും ഇതിനുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. ഇതൊന്നും ഇല്ലാത്ത സമയം നമ്മൾ ഫേസ് ചെയ്ത് തരണം ചെയ്ത് പോയിട്ടുണ്ട്. ആൻഡ് ഇപ്പം നമുക്കുള്ള സ്ട്രഗിളും ആ സമയത്ത് വരുന്ന ഫൈനാൻഷ്യൽ ബേർഡനും ഒക്കെ എന്ന് പറയുന്നത് അതിഭീകരമാണ്. കാരണം നമ്മളൊരു വി സർവൈവ് ആസ് എ ഫാമിലി. നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് എവരിവൺ. അപ്പോൾ എല്ലാവർക്കും ആൻസറബിൾ ആണ്. ആൻഡ് ഐ ഹാഡ് അതർ ഓപ്ഷൻസ്. ഇപ്പം ഞാൻ പഠിച്ച എൻ്റെ മേഖലയിൽ എനിക്ക് വേണേൽ വർക്ക് ചെയ്യാമായിരുന്നു, എനിക്ക് അതിലേക്ക് വേണേൽ തിരിച്ചു പോകാമായിരുന്നു. പക്ഷേ അതൊന്നും പോകാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും? എനിക്ക് ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ്. സോ ആ വെയിറ്റ് തന്നെയാണ്. ഞാനിത് എന്താ പറയുക, ഇതിനു മുമ്പ് ഞാൻ പറയുന്നത് ഇതൊരു ഷോർട്ട് ടേം ഒരു ലോട്ടറി പരിപാടിയായിട്ട് ഞാൻ കാണുന്നില്ല. ഇതൊരു മാരത്തോണാണ്. സിനിമ എന്ന് പറയുന്നത് എൻ്റെ കരിയറിൽ ഞാൻ കാണുന്നതിന് ഒരു മാരത്തോൺ ആയിട്ടാണ്. യു ഹാവ് ടു റൺ ലോങ്. സ്റ്റാമിനയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് സമയമെടുക്കും, പേഷ്യൻസ് വേണം, നോക്കി പോകണം. സ്ലോ ആയിരിക്കും, ബട്ട് ബീറ്റ് നമുക്ക് അത് നമ്മൾ എൻ്റെ ലൈഫിൻ്റെ ഒരു ഫാഗ് എൻഡിൽ എത്തുന്ന സമയത്ത് അല്ലെ ഒരു ആക്ടറായിട്ട് ഇവോൾവ് ആയിട്ടായിരിക്കും ഞാനത് ഒരു സർക്കിൾ ഉണ്ടായിരിക്കും. ആ സർക്കിളിലാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. അല്ലാതെ എനിക്കൊരു ചെറിയൊരു ആർക്ക് പോലെ അതാ പണ്ടത്തെ നടനാണ്, പഴയ നടനാണെന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് ഇപ്പം നടനാണെന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം. അതൊക്കെ ലേറ്റ് ആയിട്ട് ഒന്നിനും കുഴപ്പമൊന്നുമില്ല.